ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അമൃത മാഡം, അമൃത മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞല്ലോ ശ്യാമ മേടത്തെ തെരയുന്നത്. ഇനിയെങ്കിലും പോവാവോ? ചേച്ചിയുടെ തിക്കും തിരക്കും കാരണം ഞാൻ ആ പെണ്ണുമ്പിള്ളയുടെ വഴക്കം ഉണ്ടാക്കി. ഞാൻ കാരണമാണോ നീ വഴക്കുണ്ടാക്കിയത്? നീ വഴക്കുണ്ടാക്കിയ കാരണം എനിക്ക് ശ്യാമ മാഡത്തിനെ കാണാൻ പറ്റാണ്ട് പോയത്. രാധികമോൾ എന്നെ കണ്ടുന്നാ തോന്നുന്നേ. അത് ചിലപ്പോ ഏട്ടത്തിക്ക് വെറുതെ തോന്നിയതായിരിക്കും. രാധികമോളോ? എടുക്കെടുക്ക, അല്ലെങ്കിൽ അവൾക്ക് സംശയവും. ഹലോ രാധികമോളെ. ആ, അമൃത മാഡത്തിനെ ഞാനിപ്പോ കണ്ടല്ലോ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നേ. അതെ, അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ടെന്തേ മോൾ അടുത്തേക്ക് വരാതിരുന്നത്? കാറിൽ കയറാൻ പോകുമ്പോഴാ ഞാൻ കണ്ടേ. ഞാൻ വിളിച്ചിട്ട് മാഡം കേട്ടുമില്ല. അയ്യോ മോളെ, സോറി. ആ, അമൃത മാഡം ശ്യാമ മാഡത്തിനെ കണ്ടിരുന്നോ? ഇല്ല. അയ്യോ, ശ്യാമ മാഡം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ശ്യാമ മാഡം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ കാണാൻ വേണ്ടി ഓടി വന്നേ. പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല. എന്താന്നറിയില്ല, എപ്പോ ശ്യാമ മാഡത്തിനെ കാണാൻ തോന്നിയാലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. അതെന്താന്നറിയോ? വലിയ വലിയ ആഗ്രഹങ്ങള് പെട്ടെന്ന് നടക്കാൻ പാടില്ലല്ലോ. അപ്പോഴല്ലേ കണ്ടുമുട്ടുമ്പോ അതിന്റെ ഒരു രസം. ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ശ്യാമ മാഡത്തിനെ കാണുമ്പോ എന്താ പറയാ, സ്നേഹത്തോടെ സംസാരിക്കോ, എന്നോട് ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ട, ദൈവത്തെ പോലെ ഇഷ്ട. രാധികമോളിനെ എങ്ങോട്ട് പോവാ? ആ, ഞാൻ എന്റെ അനിയത്തിയും കൂട്ടി കണിമംഗലത്തേക്ക് പോവാ. അവളെ അവിടെ ആക്കാൻ വേണ്ടിട്ട്. ഞാൻ ഫോൺ വെച്ചോട്ടെ? ആയിക്കോട്ടെ മോളെ.